ഹലോ, വെൽക്കം ടു അവർ ന്യൂ വ്ലോഗ്. സോ ഇന്ന് ഒരു ഹായ് പറഞ്ഞേ. ഇന്ന് ശനിയാഴ്ച, നല്ല ക്ലൈമറ്റ് പുറത്ത്, അത്യാവശ്യത്തിനും തണുപ്പും കാറ്റും ഒക്കെ. സോ ഞങ്ങൾ കരുതി ഒരു ബാർബിക്യൂന്ന് പോയേക്കാം. ആരൊക്കെ പോകണമെന്നുള്ള ഇതുവരെ തീരുമാനമായിട്ടില്ല, പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു. അപ്പം 1 മണിക്കൂറിനുള്ളിൽ കൺഫർമേഷൻ വരുമായിരിക്കും എത്ര പേരുണ്ടെന്നൊക്കെ. അപ്പം ഞങ്ങളൊരു ഗ്രീൻ ചില്ലി ചിക്കൻ ഉണ്ടാക്കാമെന്ന് കരുതുന്നു. രാവിലെ ഞാൻ ചിക്കനൊക്കെ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി വാങ്ങി. ഇപ്പം ഉണ്ടാക്കാൻ പോവാണ്. കാണിച്ചു തരാം കേട്ടോ. സ്നേഹം എനിക്കൊന്ന് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തെന്ന് തോന്നുന്നു. നേരത്തെ അത് ഉണ്ടാക്കി വെച്ചാലാണ് നമ്മൾ വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും നല്ല ടേസ്റ്റിൽ ഇരിക്കുള്ളൂ ചിക്കൻ. അതുകൊണ്ട് ഇപ്പം തന്നെ ചെയ്തേക്കാന്ന് തീരുമാനിച്ചിരിക്കുക. അപ്പോൾ നിങ്ങൾ വീഡിയോയുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടാം കേട്ടോ. അപ്പോഴാണ് ഞങ്ങൾക്ക് എന്തൊക്കെയാണ് ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഓക്കെ, സോ കീപ് സപ്പോർട്ടിങ്. ഞാൻ അടുക്കളയിലേക്കല്ല കേട്ടോ, കാണിച്ചു തരാം. കിച്ചണിലൊന്ന് സഹായിക്കുമോ? ചിക്കൻ ഉണ്ടാക്കാം. ചിക്കൻ ഉണ്ടാക്കി തരട്ടെ? ഒരു ഹെൽപ്പ് ചെയ്യോ? ചിക്കൻ ഉണ്ടാക്കാൻ അറിയോ? മിന്നായോ? എന്നാ മിന്നായി കഴിക്കാൻ, ബിരിയാണി കഴിക്കാൻ തന്നെ ഇത്ര ആഗ്രഹം? ബിരിയാണിയും പപ്പടമൊക്കെ വേണോ? എന്നാ വേണമെങ്കിൽ വാ, ഹെൽപ്പ് ചെയ്യാൻ വാ. ഓ ഓക്കെ. എന്താ പൊന്നോ, അമ്മയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട് മാത്രം. മല്ലിയില, പുതിനയില, ഗ്രീൻ ചില്ലി ഒരു 7-8 എടുത്തിട്ടുണ്ട്. വലിയ എരിവില്ലാത്ത പച്ചമുളകാണ്, ഒരു 8-9 ഉണ്ടെന്ന് തോന്നുന്നു. ഇത് കറിവേപ്പില, പിന്നെ കേട്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ആദ്യം മല്ലിയില ചോപ്പ് ചെയ്തിടാം. ഇതിൽ മെയിനായിട്ടെല്ലാം ഗ്രീൻ ഇൻഗ്രീഡിയൻസ് ആട്ടോ. മല്ലിയിലേക്കാളും കുറച്ച് കുറഞ്ഞിട്ട് പുതിനയില. ഇതൊക്കെ അരയ്ക്കാനുള്ളതാണ്. കറിവേപ്പില ഇട്ടു. ഇനി മെയിനായിട്ട് പച്ചമുളകാണ് ഇതിനാകെ എരിവ് കൊടുക്കുന്നത് കേട്ടോ. മുളക് പൊടി കാശ്മീരി എടുക്കുന്നത്, അതിന് എരിവില്ലാത്ത. ഇത് കുറച്ച് കാശ്മീരി ആണ് മുളക് പൊടി, അപ്പം കുറച്ച് കളർ കിട്ടാൻ വേണ്ടി മാത്രം. ഇതിന് എരിവൊന്നുമില്ല. കാശ്മീരി മുളക് പൊടി കളറിന് വേണ്ടി മാത്രം. പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ് ഇടുക. പിന്നെ ഇങ്ങനെ കണക്കൊന്നുമില്ല. നിങ്ങള് ഇത് ഏകദേശം ഒരു 2 കിലോ ചിക്കനുള്ള അളവാണ്. അപ്പൊ ഇതെല്ലാം കുറച്ച് കൂടി നിൽക്കണം, എന്നാലാണ് ചിക്കൻ ആയി വരുമ്പോൾ നമുക്ക് ആ ഫ്ലേവർ കിട്ടുള്ളൂ. പിന്നെ ഞാൻ ആഡ് ചെയ്യുന്നത് ഏകദേശം ഒരു 1-1.5 ടേബിൾ സ്പൂൺ ഒരു കട്ട തൈര്. വലിയ പുളിയില്ലാത്ത ഒരു തൈര്. മീൻസ് ഒത്തിരി പേസ്റ്റ് ആവണ്ട, എന്നാലും ഒന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് കൊണ്ടുവരാം. നന്നായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഒത്തിരി മഷി പോലെ അല്ല, കണ്ടോ. കേട് മാത്രമേ ആകെ ലിക്വിഡായിട്ട് ആഡ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇലയിൽ നിന്നുള്ള വെള്ളം എല്ലാം കൂടെ ചേർന്ന് നമുക്ക് നന്നായിട്ട് തന്നെ ഗ്രൈൻഡ് ചെയ്ത് കിട്ടും. ഓക്കെ, നമുക്കിത് മസാല ഇതിലേക്ക് ആഡ് ചെയ്യാം. നമുക്കിതെങ്ങനെ ഒരു ക്ലിംഗ് റാപ്പ് വെച്ച് റാപ്പ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാം. നാലരയ്ക്ക് ഇറങ്ങുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഞങ്ങൾ ഏകദേശം 5:15. അപ്പോൾ നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? ഡെസ്റ്റിനേഷൻ ഏതാ? മുഷ്രിഫ് പാർക്ക്. എത്ര മിനിറ്റ് എടുക്കും? 11 മിനിറ്റ്.
ഫ്ലൈറ്റ് എന്തെയോ വന്നു. ഫ്ലൈറ്റ് തൊട്ടില്ല എന്ന് പറഞ്ഞവരാണ്. വീക്കെൻഡ് ആയതുകൊണ്ട് പാർക്കിന്റെ അകത്തേക്ക് കയറാൻ നല്ല തിരക്കുണ്ടായിരുന്നു. നോയൽ കാർഡ് അല്ലെങ്കിൽ ദുബായ് ഓൺലൈൻ വെബ്സൈറ്റുകൾ നമുക്ക് ടിക്കറ്റ് പർച്ചേസ് ചെയ്യാം. ഒരു കാറിന് 10 ദിറംസ്, അതാണ് അവിടുത്തെ ചാർജ്. ഇവിടെ നേരത്തെ എത്തുന്നവരാണ് കൂടുതൽ, കാരണം ഇവിടെ ബാർബിക്യൂന് പ്രത്യേകം അസൈൻ ചെയ്തിരിക്കുന്ന ചില ഏരിയാസ് ഉണ്ട്. സോ നേരത്തെ വന്നാൽ നമുക്കത് ഒക്യുപ്പൈ ചെയ്യാൻ പറ്റും. ഞങ്ങളിപ്പോൾ ഞങ്ങൾക്ക് പറ്റുന്ന സ്ഥലം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ മരത്തിന് ഈ കളർ ഇരിക്കണേ, പച്ച കളറില്ലാത്ത എന്തുകൊണ്ടാണ് അല്ലേ? പക്ഷെ പിന്നെ എന്തുകൊണ്ട് ആ മരം നന്നായിട്ട് പച്ചയായിട്ടിരിക്കണേ? അപ്പൊ മരം ഭയങ്കര അടുത്ത ഫ്ലൈറ്റ് എവിടെ കയറാം? ഓക്കെ. സൂര്യൻ അസ്തമിച്ചെത്തുക കാണാമോ? നമുക്ക് ആ മരത്തിന്റെ അടുത്തേക്ക് പോവാം അല്ലേ? എവിടെ പോവാ? നല്ല തണുത്ത കാറ്റുണ്ട് കേട്ടോ. ഒരു ഫ്ലൈറ്റ് വരുന്നു. ഞങ്ങൾ ആദ്യമേ നോക്കിയ സ്ഥലം സെറ്റായില്ല, അവിടെ മുള്ളുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വേറെ ഒരു സ്ഥലം നോക്കി പോവാം കേട്ടോ. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാറായേ. ഇവിടെ അടുത്ത എയർപോർട്ട്. അപ്പോൾ പയ്യെ താന്ന് പോവാ. സൈക്ലിംഗ് ട്രാക്കാണ്. തിരക്കുണ്ടോ? അവിടെ കയറിയാലോ? എല്ലാവരും തന്നെ നേരത്തെ വന്ന് സ്ഥലം പിടിച്ചേക്കുമായിരുന്നു. ഞങ്ങൾ കുറച്ച് അന്വേഷിച്ച് അതുപോലത്തെ സ്ഥലമൊന്നും കിട്ടിയില്ല. യൂഷ്വലി നമുക്ക് ബാർബിക്യൂ സെറ്റപ്പ്, ഇരിക്കാനുള്ള സ്ഥലം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും കിട്ടാത്തപ്പോൾ ഞങ്ങൾ അവസാനം കുറച്ച് ലൈറ്റുള്ള പുല്ലുള്ള ഒരു ഓപ്പൺ പ്ലേസ് കണ്ടുപിടിച്ചു. അപ്പോൾ അങ്ങോട്ട് എല്ലാ സാധനങ്ങളും എടുത്തുകൊണ്ട് പോകാൻ തീരുമാനിച്ചു. മത്തു ദൂരെ ഇരുന്നോ? ഇത് പെട്ടെന്ന് കത്തുന്നു തോന്നുന്നു. മറ്റേ ആക്ഷൻ കട്ട് പറയുന്ന ഡയറക്ടർ ഷെയർ ചെയ്ത് അത്രേ ഉള്ളോ? ഫ്ലാസ്ക് എന്താ അതിന്റെ എന്താ ഉള്ളത്? നല്ല ചെയർ. ഞാൻ ആ ചെയറിന്റെ വ്യൂ എടുക്കാതിരിക്കും. നല്ല രസമാണ് ചെയർ. നമ്മുടെ സ്റ്റാൻഡ് എന്ത് ചെയ്ത് കുത്തിവെക്കണ സ്റ്റാൻഡ് എന്ത് ചെയ്യും? നേരത്തെ അത് പഴയതിനാണ്. ചേട്ടാ ഇച്ചിരി നീങ്ങിരങ്ങേ.
മാത്തുട്ടത് എന്താ അത്? തിരിയോ? തീയല്ലേ? ഫയർ. ചിക്കൻ വെക്കുന്നു ബാർബിക്യൂ ചെയ്യാൻ. Yes. Chicken ready. മാത്തുവിന്റെ പാത്രം എന്താ പൊട്ടിച്ചെടുക്കാത്ത? അമ്മയാണോ അമ്മയാണോ ഇഷ്ടം? നമ്മൾ 4 പേര്. ഇത് മറ്റേ 3 Kingsന്റെ അകത്ത് എന്താ റെഡി ന്യൂട്രലിന്റെ ആശാന. മാത്തു അപ്പയാണ് ഇഷ്ടം അമ്മയാണ് ഇഷ്ടം? എന്താ ആരിഷ്ടല്ലേ? ഇത് എന്ത് മസാലയായിരുന്നു? ഇത് കാവ്യ ഉണ്ടാക്കിയത്. കാവ്യ എന്ത് മസാലയാണിത്? സാധാ പെപ്പർ, ചില്ലി, ഗ്രീൻ ചില്ലിയും മറ്റേ പൗഡർ ഇട്ടിട്ട്. അല്ല ചൂടുണ്ട്. മാത്തു കാവ്യ ചെല്ല് മാത്തുവേ. ഹലോ, കറക്റ്റ് ടൈമിലുള്ള ചിക്കൻ നിങ്ങളിവിടെ വിളിച്ചിരിക്കാറല്ലേ? ഞങ്ങൾ ഉണ്ടാക്കി കഴിയുമ്പോ കറക്റ്റ് ചൂടിന്റെ കുറച്ച് നേരം ഇടുന്നത് നല്ല ചൂടാ. ഒളിച്ചിരിക്കാണ്, ഞങ്ങൾക്ക് അറിയാം. അച്ഛനോട് പണ്ടുണ്ടാവും ചിക്കൻ ഇടുമ്പോ വരാന്ന്. ജാക്കറ്റ് ഇവിടെ ഇല്ലല്ലേ? നമ്മുടെ ഗ്രീൻ ചിക്കൻ. അല്ല ഞങ്ങള് ജസ്റ്റ് കരാമി പോയി. കരാമ അതിനേക്കാളും ട്രാഫിക്. നിങ്ങളൊരു കരാമ പോയിക്കാന്ന് വെച്ചാൽ കരാമ ഞാനൊരു പഴയ ഫോൺ കൊടുത്തു, അതും കൂടെ മേടിച്ചിട്ട് വരാം. അപ്പൊ ഞാൻ ചോദിച്ചു പൊറോട്ട മേടിക്കാൻ. ഏതാ എവിടെ? ഉണ്ണീസിന്റെ അടുത്തോ? പുള്ളി എവിടെ തിരിച്ചു വന്നോ? പുള്ളി ഇപ്പൊ നാട്ടിലാണ്. അപ്പം എന്തൊക്കെയത്? ആരാമത്തിലെ പൊറോട്ട, ബിരിയാണി, മയണൈസ്, സലാഡ്. മാത്തെന്താ കഴിക്കണേ? നന്നായിട്ട് ബിരിയാണി അടിക്കുന്നുണ്ട്. ഇപ്പം ഇന്ത്യയിൽ ആരും അത് ചിക്കൻ ഇല്ല, എരിവില്ലാത്തത്. സമൂസോടെ എന്താ കഴിച്ചെന്ന് പറഞ്ഞു കൊടുത്തേ. സന്തോഷായോ? വേണ്ടാത്ത ക്വസ്റ്റ്യൻ എടുത്ത് ചോദിക്കരുത്. കാവ്യ റിവ്യൂ പറയൂ, എങ്ങനെയുണ്ട് ഫുഡിന്റെ കാര്യം? അടുത്ത ബാച്ച് അടിപൊളി ഫുഡ്. ആണോ? അടിപൊളി ചിക്കൻ, അടിപൊളി മൈനീസ്, അടിപൊളി ബിരിയാണി. എടുക്കല്ലേ? 9 മണിയായപ്പോഴേക്കും കഴിച്ചെല്ലാം കഴിഞ്ഞു. പെട്ടെന്ന് സിനിമ കാണാൻ ഒരു തീരുമാനം ഉണ്ടായി. ലാസ്റ്റ് മിനിറ്റ് ആയതുകൊണ്ട് എല്ലായിടത്തും ഹൗസ്ഫുള്ളായിരുന്നു. ടോവിനോ തോമസിൻ്റെ അന്വേഷിപ്പിങ് കണ്ടെത്തുന്ന പറഞ്ഞ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ. നല്ല സിനിമയാട്ടോ, നിങ്ങളെല്ലാവരും കാണാത്തവരെല്ലാം പോയി കാണണം. നല്ല സ്റ്റോറിയാണ്, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു. എനിക്ക് ഈ സിനിമയിലെ സെക്കൻഡ് ഹാഫാണ് കുറച്ചും കൂടെ ഇഷ്ടം. രണ്ടാമത്തെ കേസ് അന്വേഷണമാണ് എനിക്ക് കുറച്ചും കൂടെ ത്രില്ലായിട്ട് തോന്നിയത്. എനിവേ എല്ലാവരും കാണുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ടുഡേയ്സ് വീഡിയോ. താങ്ക് യു.